മൗലവിയെ പോലെയുള്ള മുഖലിസീകളായ ആളുകൾ ഉണ്ടാക്കിയ ഈ സംഘടനയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുകയും എതിരാളികൾക്ക് ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന ഈ കോക്കസിനെ, ഈ മൂവർ സംഘത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. നാളെ അറഫ നോമ്പാണ്. ഇന്ന് ഹാജിമാർ മിനായിലേക്ക് പോയ സന്ദർഭമാണ്. നിങ്ങൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു പറയണം, ഈ പ്രസ്ഥാനത്തിന്റെ ഈ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഹാജിമാർ പ്രാർത്ഥിക്കട്ടെ. ആരാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും ഈ ആദർശത്തെ തകർക്കാനും ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് അള്ളാഹു പരാജയം നൽകട്ടെ, അവർക്ക് ഈ ദുനിയാവിൽ പരാജയം നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹാജിമാരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും മാറ്റി നിർത്തി വെട്ടി നിരത്താനാണ് ശ്രമിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിക്കെതിരിൽ ഇപ്പൊ സർക്കുലർ വന്നിരിക്കുക. മുജാഹിദ് ബാലുശ്ശേരിക്ക് തൗഹീദില്ല. അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിങ്ങൾ ഈ ചെയ്യുന്ന ബിംബാരാധന തെറ്റാണെന്ന് ഉറക്കെ പറഞ്ഞ ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തൗഹീദില്ല എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ ഉണ്ടാകാം, പ്രയോഗങ്ങളിൽ തെറ്റുണ്ടാകാം, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ അവിവേകമുണ്ടാകാം. ചെറുപ്രായക്കാരനല്ലേ, വിളിച്ചുപദേശിക്കാം. റമദാൻ കഴിഞ്ഞാൽ സമ്മേളന പ്രവർത്തനവുമായി ഇറങ്ങുമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിയിച്ചത്. അത് ലംഘിച്ചു നേതാക്കന്മാർ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, നിങ്ങൾ ലംഘിച്ചു, അതുകൊണ്ട് ഞാനും ലംഘിക്കുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ നടപടിയെടുത്തിരിക്കുക. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടത്രേ പലരെയും പുറത്താക്കി ഞാനും എന്റെ കെട്ടിയോനും പിന്നൊരു തട്ടാനും എന്നൊരു പമ്പർന്നോള് പറഞ്ഞില്ലേ, അവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം പ്രതികരിക്കണം. ഇനി നാം ക്ഷമിച്ചു നിന്നുകൂടാ. ഇനിയും ക്ഷമിച്ചാൽ ഇവർ നമ്മുടെ തലയും കൂടി എടുക്കും. അവിടേക്ക് അവരെ പോക്ക്. അതുകൊണ്ട് ഗുണ്ടായിസം പോലെ കുറച്ച് പണക്കാരും കുറച്ച് പൊളിറ്റിക്സുകാരും കുറച്ച് വിടുവായുത്തക്കാരുണ്ടായാൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാം, ഈ ദഅവത്ത് മുടക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ആളുകളുടെ ക്ഷമ കൊണ്ടാണ് ഈ കഴിഞ്ഞൊരു വർഷമായി ദഅവത്ത് മുടങ്ങിപ്പോകരുത്. ഇനി ഈ മൂവർ സംഘത്തെ കാത്തു നിൽക്കാതെ നമ്മൾ ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഥലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ രക്ഷകർത്താക്കളെ, ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകൾ, കമസലിൽ അങ്കബൂത്ത്, അവരുടെ ഉപമ എട്ടുകാലിയുടെ ഉപമ പോലെയാണ്. ഇത്തഖദത് ബൈതൻ, ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കി. വീടുകളിൽ ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീടാണ്. ലൗഖാനു യഅലമൂൻ, അവരറിയുന്നവരാണെങ്കിൽ ശിർക്കിനെ ന്യായീകരിക്കാൻ, അല്ലാഹുവല്ലാത്തവരുടെ പ്രാർത്ഥനയെ, അല്ലാഹുവല്ലാത്തവർക്കുള്ള നേർച്ച വഴിപാടുകളെ, അങ്ങനെ എല്ലാ ശിർക്കിന്റെ വകഭേദങ്ങളെയും ന്യായീകരിക്കാൻ ദുർബല ന്യായങ്ങളുമായി വരുന്ന ഖുബൂരികളെ തിരിച്ചറിയുകയും അതിന്റെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ സന്ദേശം അമ്പിയാക്കൾ ഉയർത്തിപ്പിടിച്ച ആ തൗഹീദിന്റെ സന്ദേശം നാം ഉയർത്തിപ്പിടിക്കുക. അതിനായി പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.